അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ വേർഡ് ഇൻഫ്ലുവൻസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഇതൊരു 10 സെക്കൻഡ് പോലും ഞാൻ തരില്ല, ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ ഇതിലൊരു ഉത്തരം ഉണ്ടാവും. പലരും പറയും എൻ്റെ അമ്മയാണ്. കറക്റ്റ്. എത്ര പേര് അമ്മ എന്ന് പറഞ്ഞു? കമൻറ്റ് ബിലോ. എത്ര പേര് അച്ഛൻ എന്ന് പറഞ്ഞു? എത്ര പേര് ടീച്ചർ എന്ന് പറഞ്ഞു? എന്തുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് മാതാ, പിതാ, ഗുരു, പിന്നെ ദൈവം? എന്തുകൊണ്ടാണ് ഈ 4 പേര് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം ഇവരാണ് നമ്മളെ ഏറ്റവും നല്ല വഴിയിൽ നയിക്കാൻ ശ്രമിക്കുന്നവർ. അവരെങ്ങനെ നടക്കുന്നു എന്നുള്ളത് നോക്കണ്ട. ചിലപ്പോൾ അമ്മ നമ്മളെ പഠിപ്പിച്ചത് വേറെ, ചെയ്യുന്നത് വേറെ ആയിരിക്കും. അച്ഛൻ പഠിപ്പിച്ചതൊന്ന്, ചെയ്യുന്നത് വേറെ. അച്ഛൻ സിഗരറ്റ് വലിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരു അച്ഛനായിരിക്കാം. പക്ഷേ നമ്മൾ അവിടെ കാണാൻ ശ്രമിക്കുന്നത് എന്താണ്? അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശമാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. അച്ഛൻ വലിക്കുന്നുണ്ടല്ലോ, അപ്പം പിന്നെ ഞാൻ വലിച്ചെന്താ? നെവർ. അതല്ല. അവർ പറയുന്ന വാക്ക് നമ്മൾ എന്ന് കേൾക്കുന്നു, അന്നാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ റെഡിയായി എന്ന് അതിൻ്റെ അർത്ഥം. പിന്നെ പിയർ പ്രഷർ. ഞാൻ പഠിക്കുമ്പോഴും ആ വേർഡ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ മക്കൾ പഠിക്കുമ്പോഴും ആ വേർഡ് ഉണ്ടാവും. ഇനി എത്ര ജന്മങ്ങൾ എടുത്താലും ആ വേർഡ് അങ്ങനെ കിടക്കും. പിയർ പ്രഷർ. വാട്ട് ഈസ് പിയർ പ്രഷർ? മറ്റുള്ളവരുടെ കൂടെ ഒന്ന് സിങ്ക് ആവാൻ വേണ്ടി നമ്മളുടെ സ്വഭാവം നല്ലതിന് വേണ്ടിയല്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്ത് അവരുടെ കൂടെ ഫിറ്റ് ഇൻ ചെയ്യാൻ നമ്മുടെ നല്ല സ്വഭാവത്തിനെ മാറ്റിവെച്ച് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പം അത് നെഗറ്റീവ് പിയർ പ്രഷർ. പലപ്പോഴും സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പിള്ളേർ ഭയങ്കര പൊത്തി അമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ വളർത്തും. എന്നിട്ടൊരു 11th 12th ഒക്കെ കഴിയുമ്പോൾ പതുക്കെ നല്ല പോലെ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് അച്ഛനും അമ്മയും വിശ്വസിച്ച് ഇവരെ പല പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിടും. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികളുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് കേരളം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഇവരുടെ ലൈഫിൽ ഫ്രീഡം എന്നുള്ളൊരു സാധനം ഇവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. വീട്ടിൽ വന്നോന്ന് ചോദിക്കാൻ ആളില്ല. ഇനിയിപ്പോൾ ചോദിച്ചാൽ തന്നെ വീട്ടിലല്ലെങ്കിൽ അമ്മയെടുത്ത് വീടെത്തി അമ്മേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആര് ചോദിക്കാൻ പോകുന്നു? ആരാ അന്വേഷിക്കാൻ പോകുന്നത്? നിങ്ങൾ കഴിച്ചോ? നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്? നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ബങ്ക് ചെയ്യുന്നുണ്ടോ? എങ്ങനത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നടക്കുന്നത്? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതെല്ലാം നിങ്ങൾ എഫക്റ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നെഗറ്റീവായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചേരാനായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് പിയർ പ്രഷർ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, ആ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നോ ബഡി ക്യാൻ എഫക്റ്റ് യു. ഒരു 5 പേരുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ, നിങ്ങളൊരു സ്മാർട്ട് പയ്യനാണെങ്കിൽ, എനിക്കിത് വേണ്ട ബ്രോ, ഞാൻ തൊടാറില്ല, എൻ്റെ അപ്പന് കൊടുത്ത വാക്കാ, എൻ്റെ അപ്പൻ വലിക്കും, പക്ഷെ എൻ്റെ അപ്പന് ഞാൻ കൊടുത്ത വാക്കാ, ഞാൻ വലിക്കില്ല ബ്രോ. ഇത് പറയുന്ന പയ്യൻ്റെ മുഖത്ത് വരുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇത് മതി ആ ഗ്രൂപ്പിലുള്ള 5 പേരിൽ ചിലപ്പോൾ ഒരു 3 പേരും ഇവനെ കണ്ടിട്ട് 5-6 ദിവസം ഇവർ വലിക്കും. എൻ്റെ നോക്കുമ്പോൾ പറയും, എടാ നമുക്ക് വേണ്ടടാ, അവൻ വലിക്കും. അവർക്ക് മനസ്സിലാവും അതിലാണ് പവർ.